അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ, ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പുസ്തകം എന്നത് പ്രമുഖ എഴുത്തുകാരനായ ആൻറ്റൺ ചെക്കോവിൻ്റെ മുഖ്യ കൃതികളിൽ ഒന്നായ മൈ ലൈഫിനെ പറ്റിയാണ്. ആദ്യമായി ആൻറ്റൺ ചെക്കോവിനെ നാം അറിയുന്ന സമയത്ത് ടോൾസ്റ്റോയിയും മാക്സിം ഗോർക്കിയും ലോകത്തിന് എഴുതി സമ്മാനിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആൻറ്റൺ ചെക്കോവും ലോകത്തിന് സംഭാവന നൽകുന്നത്. നമുക്ക് ടോൾസ്റ്റോയ് തന്നെ പറഞ്ഞതായി കാണാം, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ റഷ്യക്കാരോട് മാത്രമല്ല എല്ലാ മനുഷ്യജാലങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. അതുപോലെ മാക്സിം ഗോർക്കി പറഞ്ഞത്, റഷ്യൻ സാഹിത്യത്തിൽ നിങ്ങളെപ്പോലെ ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നിങ്ങളോട് ഈ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്ന അറിയില്ല എന്നാണ് മാക്സിം ഗോർക്കി ആൻറ്റൺ ചെക്കോവിന് കത്തയച്ചത്. പുസ്തകത്തിൻ്റെ അകത്താളുകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ അഹങ്കാരികളായിരുന്ന, അഴിമതി കാട്ടിയിരുന്ന ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു നിസ്വാർത്ഥനായ ഒരു മനുഷ്യനെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. പ്രധാനമായും ചെക്കോവിനെ സംബന്ധിച്ചിടത്തോളം ചെക്കോവ് ഒരിക്കലും ത്രില്ലടിപ്പിക്കുന്ന കഥകൾ എഴുതിയിരുന്നില്ല. മറിച്ച് സാധാരണക്കാരെ സാധാരണ രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ചെക്കോവ് എല്ലാ കഥകളിലും ചെയ്തുകൊണ്ടിരുന്നത്. ആയതിനാൽ തന്നെ ഈ പുസ്തകവും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ആ നിസ്വാർത്ഥനായ മനുഷ്യൻ, അഴിമതിക്കാർക്കിടയിൽ ജീവിക്കുന്ന നിസ്വാർത്ഥനായ മനുഷ്യൻ, തൻ്റെ അച്ഛൻ നാട്ടുപ്രമാണിയാണ്, കൈക്കൂലി വാങ്ങുന്നയാളാണ്. പക്ഷേ ഇതൊന്നും ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന ഈ വ്യക്തി അവസാനം നിർബന്ധിതനായി ഒടുവിൽ റെയിൽവേയിൽ ജോലിക്ക് പോകുകയാണ് ചെയ്യുന്നത്. ആ റെയിൽവേ പോയ സമയത്ത് ആ റെയിൽവേയിൽ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്നും ഒരാൾ കണ്ടപാട് കിട്ടിയതായി എന്ന് പറയുകയാണ്. എന്താണിതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ആ കിട്ടിയതായി എന്നതിന് പിറകിൽ വലിയൊരു കഥയുണ്ട്. അത് ചെക്കോവ് വളരെ നിസ്സാരമായാണ് ഇതിൽ പറയുന്നത്. ആ കിട്ടിയതായി എന്ന് പറഞ്ഞ വ്യക്തി ചെക്കോവിൻ്റെ കൂടെ 2ാം ക്ലാസ് മുതൽ പഠിച്ചു വന്ന വ്യക്തിയാണ്. ഇതിൻ്റെ പ്രധാന കാരണമെന്നത് ഇവർ രണ്ടുപേരും പണ്ടു മുതലേ മൈനകളെ പിടിച്ച് ചന്തയിൽ പോയി കോഴികളാണെന്ന് വിശ്വസിപ്പിച്ച് ആൾക്കാരിൽ നിന്നും പണം വാങ്ങുന്ന രീതിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു മൈന എത്ര നോക്കിയിട്ടും വിറ്റുപോകുന്നില്ല. അവസാനം ആ വ്യക്തി പണം കുറച്ചുകൊണ്ട് വിൽക്കുകയും പെട്ടെന്ന് അത് വിറ്റുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സമാശ്വാസത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ്, ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ കിട്ടിയതായി എന്ന്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തടക്കം അദ്ദേഹത്തെ കിട്ടിയതായി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ കഥ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പ്രധാനമായും നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികളിൽ കഥ എങ്ങനെ എഴുതണമെന്ന് ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഉറപ്പായും എങ്ങനെ എഴുതണമെന്ന് നമുക്ക് മനസ്സിലാകും. ഒരിക്കലും ത്രില്ലിലും സാഹിത്യത്തിലും ഈ പുസ്തകം ഇല്ല. ഒരാൾക്ക് മനസ്സിലാകാത്ത ഒരു വാക്കും ഇതിലുണ്ടാവുകയില്ല, ഉണ്ടായിട്ടുമില്ല. അങ്ങനത്തെ ഒരു പുസ്തകമാണിത്. 138 പേജ് വരുന്ന ഈ പുസ്തകത്തിൽ
വലിയൊരാശയമാണ് ചെക്കോവ് കൊണ്ടുവരുന്നത്. സമകാലിക പ്രസക്തിയുള്ളതെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ഇപ്പോഴും അഴിമതിയും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തും നിസ്വാർത്ഥനായി നടക്കുന്ന ഒരാളുടെ ജീവിതം സമകാലിക പ്രസക്തിയുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് പുസ്തകം ഇത് വായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അസാസുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒലിവ് നോവൽസിൽ നിന്നും 85 രൂപയ്ക്ക് പുസ്തകം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.